നമസ്കാരം. വൈദ്യുതിയിൽ മാത്രമല്ല, ദേ ക്ഷേമ പെൻഷനിലും വരാൻ പോകുന്നു ഇന്ദിരാ കട്ട്. അതിനുവേണ്ടി ഒരു കഥ ഇന്നങ്ങ് നിയമസഭയിൽ മേനോൻ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 62 ലക്ഷം മനുഷ്യരുടെ കയ്യിലേക്ക് എത്തുന്ന ക്ഷേമ പെൻഷൻ പീരിയോഡിക്കലി ഇനി നമ്മൾ ചെക്ക് ചെയ്യണം. കാര്യം പലരും അനർഹരായിട്ടുള്ളവരാണ്. കാര്യം ഈ തറവാട്ടിൽ പറഞ്ഞവർക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അനർഹരാണ്. അവർക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഫണ്ട് ആയതുകൊണ്ട് തന്നെ അതിൽ ഉടനടി നമ്മൾ പരിശോധന നടത്തി ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സായിപ്പ് വിളിച്ചിട്ട് എൻ്റെ ക്ഷേമ പെൻഷൻ എവിടെയെന്ന് കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചത്രേ. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കുന്നതിന് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ലോസ് ഏഞ്ചൽസിൽ നിന്ന് വിളിച്ചിട്ട് ക്ഷേമ പെൻഷൻ എവിടെ എന്ന് ചോദിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും വരുന്ന കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷനിലേക്ക് കൂടി കൈവച്ചുകൊണ്ട് അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. അതായത് ഇന്ദിരാ കട്ട് നേരെ ക്ഷേമ പെൻഷനിൽ കൂടി കടത്തിവിട്ട് അതിലൂടെ ലാഭം പിടിക്കാൻ വേണ്ടി നമ്മുടെ പൂക്കി മുഖ്യൻ തയ്യാറായി എന്ന് സഭയിലെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ബോധ്യപ്പെടുകയാണ്. നമുക്ക് ഈ പെൻഷന്റെ ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കണം. പീരിയോഡിക്കലായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ചിലരെ അനർഹരായി മാറും. അപ്പോൾ അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയും അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തമാശയായിട്ടല്ല പറഞ്ഞത്, ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചു, എന്റെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്ന് അവർ. അപ്പോ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത്, അവരെ നിശ്ചയിക്കുന്ന സമയത്ത് അവർ അർഹരായിരിക്കും. പിന്നീട് അവരുടെ വരുമാനം വർദ്ധിക്കുകയും മറ്റു പല കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഭാഗമായി അവർ അനർഹരായി മാറും. അപ്പോ അനർഹരായ ആളുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്, അർഹരായ ആൾ. അപ്പൊ അത് യഥാർത്ഥത്തിൽ പീരിയോഡിക്കൽ ആയിട്ടുള്ള പരിശോധനകൾ നടത്തി അനർഹരെ അതിൽ നിന്ന് പുറത്താക്കുകയും അർഹരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടാൻ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയയാൾ ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമെന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നെ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, അവര് വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പൊ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ആരെ ഇതിന്റെ അതൊന്നും ഒഴിവാക്കാനല്ല, നമുക്ക് ഈ അനർഹരായ ആളുകൾ വരുമ്പോൾ ഇതിന്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്തു നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്തു കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കള് വിദേശത്താണെങ്കിലും മക്കൾ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പൊ ചില അമ്മമാര് പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്തയാൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല, അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് അടിമുടി ഉടായ്പാണ്. കാര്യം എന്ത് കാര്യത്തിലും സൗജന്യങ്ങൾ കൊടുക്കുന്നതിന് നമ്മുടെ നാട്ടിലെ സംഘികൾ എതിരാണ്. സംഘികൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ നാടിൻ്റെ സമ്പത്തിനെ ദൂർത്തടിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ആ സമ്പത്ത് അങ്ങനെ സാധാരണക്കാരൻ്റെ കയ്യിൽ എത്താൻ പാടില്ലാത്തതാണെന്ന് അവർ വിചാരിക്കുകയാണ്. കാര്യം ഇതെല്ലാം ഈ സമ്പന്നൻ്റെ അല്ലെങ്കിൽ ഈ തറവാടികളുടെ അല്ലെങ്കിൽ പഴയ രാജപരമ്പരകളുടെ എല്ലാം നീക്കിയിരിപ്പാണ് ഈ ഖജനാവ്. അതിനുള്ളതെല്ലാം ഇവിടുത്തെ സവർണ കുടുംബങ്ങളുടെ വീടുകളിലേക്ക് ചെല്ലേണ്ടതാണ്. അതാണ് ഇവിടുത്തെ പറയനും പൊളയനും അല്ലെങ്കിൽ ജാതി കുറഞ്ഞവന്മാർക്കെല്ലാം കൊടുത്ത് അവന്മാരെ വെറുതെ തീറ്റിപ്പോറ്റുന്നു എന്നാണ് ഇവരുടെ മനസ്സിലിരിപ്പ്. ആരുടെ? നമ്മുടെ സവർണ സംഘികളുടെ. അതിനൊരു പുതിയ വേർഷനിൽ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. കാര്യം എല്ലാവർക്കും ഒന്നും ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ലോസ് ഏഞ്ചൽസിൽ ഇരിക്കുന്ന വ്യക്തി ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ഒരു കഥ ഇറക്കി വിടുമ്പോൾ അതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു കഥ കൊണ്ടുവന്ന് അതിനകത്തേക്ക് കടന്നു കയറി കുറേയേറെ പേരെ
വെട്ടിമാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ മേനോൻ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. അനർഹരായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം അനർഹർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്ക് മറ്റു വരുമാനങ്ങളില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായി ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അല്ലാതെ 62 ലക്ഷം പേരിൽ ഭൂരിപക്ഷം പേരും ചെറിയൊരു ന്യൂനപക്ഷം എങ്ങാനും വന്നാലായി അത് നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ലോസ് ഏഞ്ചൽസ് കഥയുണ്ടാക്കിക്കൊണ്ട് വരുന്നതിന്റെ പിന്നിലെ ദുരുദ്ദേശം നാട് തിരിച്ചറിയേണ്ടതുണ്ട്, ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ 3000 പെൻഷൻ തരാമെന്ന് പറഞ്ഞതിന് ശേഷം ആദ്യ ബജറ്റിൽ കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു. അതുകൂടി നിങ്ങളൊന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. എന്നിട്ട് ബജറ്റ് വന്നിട്ട് പോയി ഒരു ചുക്കും കൊടുത്തില്ല. ക്ഷേമ പെൻഷൻ ഒരു ഇന്ദിരാക്കട്ടിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. 1500 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ 1600 രൂപയെന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോ 400 രൂപ കൂട്ടി. അപ്പോ ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബജറ്റിൽ തന്നെ ഞങ്ങൾ നടപ്പാക്കും. ഞാനിപ്പോ കണക്ക് പറയുന്നില്ല, കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ പ്രഖ്യാപിക്കും UDF ബജറ്റിൽ തന്നെ, ആദ്യത്തെ ബജറ്റിൽ തന്നെ, ആ ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിക്കും.